Hello, welcome to our channel, My Spiritual Journey 1111. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. 5 ഓഫ് വാൻഡ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 5 ഓഫ് വാൻഡ്സിന്റെ എനർജീസ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എനർജീസ് ആണ്. നിങ്ങൾ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ല. കാരണം നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാത്തത് കൊണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇതുവരെ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. ഈ ഒരു കണക്ഷൻ ഏത് രീതിക്ക് പോകും, എങ്ങനെ പോകും, മുന്നോട്ടേക്ക് ഇനിയിപ്പം എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇല്ലായിരിക്കും, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ലായിരിക്കും ഈ ഒരു കണക്ഷൻ. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയസ്, ലിയോ, സെജിറ്റേറിയസ് എനർജീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ സൈൻ ആണ് കേട്ടോ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് സഹിക്കാവുന്നതിന് മാക്സിമം നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു കണക്ഷനിൽ ലാസ്റ്റ് ഒരു എൻഡിങ്ങിന്റെ എനർജി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് അനുഭവിക്കാനുള്ളതല്ല, നിങ്ങൾ അനുഭവിച്ചു. ഇത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് കുറെ ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. കാരണം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇഷ്ടമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും അങ്ങ് നിന്നിട്ടുണ്ട്. ഇവരുടെ ആ ഒരു മിസ്റ്റേക്സ് ഒക്കെ കണ്ടില്ല എന്നടിച്ച് പലപ്പോഴും നിന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രസന്റ് എനർജീസിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ ടയേർഡ് ആയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയിലേക്കായി. കാരണം എത്രയെന്ന് കരുതിയിട്ടാണ് ഒരു കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്, അല്ലെ എത്രയെന്ന് കരുതിയിട്ട് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു എനർജിയിലായി നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്കാണെങ്കിലും ടോട്ടലി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു സെപ്പറേഷന്റെ എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് എനർജി ആയിരിക്കാം ഒരു കണക്ഷനിൽ. പ്ലീസ് തന്നെ എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ്. കിങ് ഓഫ് കോയിൻസിന്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള കാർഡ് ചാരിയറ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു എനർജീസിൽ നമുക്ക് എർത്ത് സൈൻ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ്, ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ്. ഇവിടെ ഈ ഒരു കണക്ഷന്റെ നമ്മൾ ഓവറോൾ എനർജീസ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിങ് ഓഫ് കോയിൻസിന്റെ എനർജീസ് ആണ്. കാരണം ഈ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഒരു റീഡിംഗ് കാണുന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നുള്ളത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കാം. അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം, മാരീഡ് ആയിരിക്കാം ഒരു വ്യക്തി. പലപ്പോഴും ഈ ഒരു വ്യക്തി ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ നിങ്ങൾ ഒരു ഇമോഷൻസ് എന്നുള്ള ഒരു എനർജിയിൽ എപ്പോഴും നിങ്ങളുമായിട്ടാണ് ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആയിട്ടുള്ളത്. കാരണം ഇവിടെ ഡീപ്പ് ഇന്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കും നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു ടൈമിൽ ഫാമിലി കാരണം കൊണ്ടായിരിക്കാം ഇവിടെ ഒരു സെപ്പറേഷൻ എനർജീസ് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ എനർജീസിൽ. ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഈഗോയിസ്റ്റിക് ആണ്. ആറ്റിറ്റ്യൂഡ്, ആരഗൻസ്, ആ ഒരു എനർജീസ് ഒക്കെ നമുക്ക് ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ആറ്റിറ്റ്യൂഡിന്റെ ഒരു എനർജീസ് ആയിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇവരിൽ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും കാണുന്നുണ്ട്. ഒരു വ്യക്തിക്കുള്ള എല്ലാ ക്വാളിറ്റീസും, അല്ലെ ഒരു ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള, അല്ലെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഈ ഒരു ഈഗോ ആറ്റിറ്റ്യൂഡ് ഒഴിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമാണ്, വിട്ട് കളയണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ഒരു എനർജിയാണ് അറിയാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സം ഓഫ് ഇവിടെ ഡിഫറൻസസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. മേ ബി നിങ്ങൾ റിലീജിയസ് ഫാക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വേറെ എന്തെങ്കിലും ഡിഫറൻസ്. ഒരാൾ ഫെമിനൻ എനർജി ആയിരിക്കാം ടോട്ടലി, ഒരാൾ മസ്കുലൻ എനർജി ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടും ആവാം ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുള്ളത്.
കാരണം ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല, ഇവര് ഫാമിലി എതിർത്തൊരു കാര്യം ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇവിടെ എനിക്ക് റിലീജിയസ് ഫാക്ടർ ആണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നുള്ളത്. അതല്ലാതെ ഫാമിലിയും ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ആണ്. ഇഷ്യൂസ് മീൻസ് ഫാമിലി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് അല്ലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ്, നിങ്ങൾ വേറൊരാളുടെ റിലേഷൻഷിപ്പ്, അതായത് ഇയാൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ളവർ കാരണം കൊണ്ടായിരിക്കാം, അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുമ്പോൾ ഇവർ ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ഈ ഒരു വ്യക്തി എങ്ങനെ, അവരുടെ ഫാമിലി എങ്ങനെ ഈ ഒരു വ്യക്തി നോക്കുന്നു അതുപോലെ നിങ്ങളെയും നോക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡിഫറൻസും കാണിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവർക്ക് അതിന് പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം, അല്ലെ ഇവരുടെ സിറ്റുവേഷൻസ് അത്ര മോശമായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഇവിടെ പേജ് ഓഫ് കൺസിന്റെ എനർജീസിൽ 2 ജീവികളുണ്ട്. രണ്ടിലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു മൊമെന്റിൽ നിങ്ങളെ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവരുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന ഏത് എനർജീസ് ആണോ ആ ഒരു എനർജീസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതും കെയർ കൊടുക്കുന്നതും. മറ്റേ എന്താ, നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കണക്ഷനിൽ എന്തുകൊണ്ട് ഒരു സെപ്പറേഷൻ വന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷനിൽ ഒരു സെപ്പറേഷൻ വന്നത്, എന്തുകൊണ്ടാണ് എന്നെ വേണ്ടെന്ന് വെച്ചത് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് അറിയത്തില്ല. ഇവരൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടും ഉണ്ടാവുകയില്ല. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഇവരുടെ ആക്ഷൻസിൽ ഇവർക്ക് നിങ്ങളെ ഒത്തിരി അധികം ഇഷ്ടമാണ്, ഇവർ ഒത്തിരി അധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി. ഇടയ്ക്ക് വിളിക്കുന്ന ടൈമിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറിച്ചിട്ടായിരുന്നു 24/7 ചിന്തിച്ചിട്ടുള്ളത്, എന്റെ മനസ്സിൽ നീയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എങ്കിൽ ആ ഒരു എനർജി ഇപ്പൊ ടോട്ടലി ട്രാൻസ്ഫോം ആയിട്ട് ഇപ്പൊ ഇവിടെ ഒരു ബൗണ്ടറിയുടെ എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരണം എന്ന് നല്ല രീതിക്ക് ആഗ്രഹമുണ്ട്, കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ ഉപേക്ഷിച്ച് കളയണം എന്ന് ആഗ്രഹമില്ല. കാരണം അത്രയ്ക്കും ഇവര് നിങ്ങളുമായിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരടുപ്പ് ഇവർക്ക് നിങ്ങളോടുണ്ട്. പക്ഷെ എങ്കിൽ ഇവരുടെ സിറ്റുവേഷൻസ് മേ ബി ഇവരുടെ ഫേവറിൽ അല്ലായിരിക്കും ഒരു കാര്യങ്ങൾ. ഇപ്പം ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. പലപ്പോഴും സിറ്റുവേഷൻസ് അല്ലെ സർക്കംസ്റ്റാൻസസ് ആ ഒരു എനർജീസിലായിരിക്കും പലപ്പോഴും പല കണക്ഷൻസും ഇല്ലാതാവുന്നുള്ളത്. എന്ന് പറഞ്ഞോളെ തന്നെ ഇവിടെ ഈ ഒരു കണക്ഷന്റെ സെപ്പറേഷന് മെയിൻ റീസണും ഇവർക്കുള്ള സിറ്റുവേഷൻസ് ആണ്. അല്ലെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ടുള്ള ഒരു മനസ്ഥിതിയിൽ ഇപ്പൊ ഇരിക്കുന്നുള്ളത്. കാരണം ഇവർക്കും ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ്. ഒരു ഫാസ്റ്റ് ആക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട്ട് കണക്റ്റഡ് ആവണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഇവർക്കും സങ്കടമുണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളതിൽ, നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാതിരിക്കുന്നതിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ മൈൻഡിൽ ഒത്തിരി അധികം തോട്ട്സ് ഉണ്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ സെയിം എനർജീസ് ആണ് അയാൾക്കും ഉള്ളത്. അയാൾ ഒത്തിരി അധികം ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. അത് പോസിറ്റീവ് ആയിട്ടുള്ള തരത്തിലും ചിന്തിക്കുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള തരത്തിലും ചിന്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോട്ട്സ് കാരണം കൊണ്ട് ഇയാൾക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നുള്ളത്. ഇവർ ആഗ്രഹിക്കുന്ന രീതിക്കല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിച്ച രീതിക്കായിരിക്കില്ല, ഒരു ഹാപ്പി എൻഡിങ്സ് ആയിരിക്കാം, അല്ല നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു രീതിക്കായിരിക്കില്ല ഈ ടൈമിൽ നിങ്ങളുടെ കണക്ഷനും പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. മൊത്തത്തിൽ ഒരു പിടി തരാത്തൊരു എനർജീസ് ആയിരിക്കും ഓവറോൾ എനർജി നിങ്ങളുടെ കണക്ഷന്റെ എന്ന് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം നിങ്ങളുടെ ഫേവറിലല്ല ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഓൾറെഡി ഇത് ഡിവൈൻ പ്ലാനിങ് ആയിരിക്കാം. മേ ബി നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരിയധികം പ്ലാനിങ് ഇട്ടിട്ടുണ്ടാവും ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു രീതിക്കല്ല കണക്ഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അത് കണക്ഷൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഹിതത്തിനനുസരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇവിടെ തോന്നുന്നത്. അപ്പോൾ സംഭവത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്. സോൾമേറ്റ് എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കണക്ഷൻസിൽ ഇപ്പം ഇത്രയും സെപ്പറേഷൻസ് വന്നിട്ടുണ്ട്, ലൈക്ക് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഒരു ഹോപ്പ് ഉണ്ട്. ഇത് ടൈമിംഗ് ഇഷ്യൂസ് ആണ്. നാളെ ഒരിക്കൽ എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ കുറിച്ചിട്ടല്ല ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. ഇവരും ഡൗൺ ആണ്, പക്ഷെ ഇവര് ക്ഷമയോടുകൂടി വെയിറ്റിംഗിലാണ് ടൈം ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഫേവറിൽ ആ ഒരു ടൈം വരുന്നതിന് വേണ്ടിയിട്ട് ഇവര് വെയിറ്റിംഗിലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഒത്തിരിയധികം ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. കാം ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും.
പലപ്പോഴും ഇവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളോടുള്ള ഇവരുടെ ഫീലിങ്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇവരുടെ ഉള്ളിൽ ഒത്തിരിയധികം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമോഷൻസും ഫീലിങ്സും ഉള്ളത്. നിങ്ങൾ എന്ത് കാണിച്ചാലും ആ ഒരു ഇമോഷൻസോ ഫീലിങ്സോ എന്ത് പറഞ്ഞാലോ അത് ഇല്ലാതായി പോവാത്തൊരു എനർജി. കിങ് ഓഫ് പെന്റിക്കിൾസ്. കിങ് ഓഫ് പെന്റിക്കിൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയെ കാണിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ ഓൾറെഡി ഇവർക്കറിയാം നിങ്ങൾ ഇവരെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഇവരെ ഒത്തിരി അധികം ഇവരുടെ അറ്റൻഷൻ ആഗ്രഹിക്കുന്നുണ്ട്, കെയർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവർക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. തേർഡ് പേഴ്സണിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലും നിങ്ങളിൽ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് വരണം എന്നുള്ളത്, പക്ഷെ വരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ തലയ്ക്ക് മൂത്ത ഏതോ ഒരു എനർജീസ് ഉണ്ട്. ആ ഒരു എനർജീസ് പറയുന്ന കാര്യത്തിന്റെ അവരുടെ കൺട്രോളിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ഓൾറെഡി ഇവര് കുഞ്ഞിലെ തൊട്ടേ ആ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്ത് വരുന്ന ഒരാളായിരിക്കും. അതിപ്പം ആരും ആയിക്കോട്ടെ, ആ ഒരു എനർജി കേട്ടോണ്ടിരിക്കുന്ന ഒരു എനർജി, ലൈക്ക് ആ ഒരു വ്യക്തി പറയുന്ന അവരുടെ ഇൻഫ്ലുവൻസിലായിട്ടാണ് എനിക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വൈഫിന്റെ എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ തലയ്ക്ക് മൂത്തവരാണ് ഫാമിലിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തലയ്ക്ക് മൂത്തിട്ടുള്ള ആരാണ് ഫാമിലിയിലുണ്ട് ആ ഒരാളാണ് ഇവിടെ തീരുമാനം എടുക്കുന്നുള്ളത്. അവര് പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ മൂവ് ചെയ്യുന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി. നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവര് ക്ഷമയോടുകൂടി വെയിറ്റിംഗിലാണ്. ഈ ടൈം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു കണക്ഷൻ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഫേസ് പോകുന്നതിൽ വെയിറ്റിംഗിലാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പോയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് വരണം. ഒരു പോസിറ്റീവ് ആയിട്ടൊരു ഔട്ട്കം ഇവിടെ ഈ ഒരു കണക്ഷൻ ഉണ്ടാവണം എന്നിട്ട് സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഇവർക്ക് നല്ല രീതിക്ക് ഫിയർ ഉണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തി ഇട്ടിട്ട് ഇവര് മൂവ് ചെയ്ത് പോവോ, നിങ്ങൾ മൂവ് ചെയ്ത് പോവോ എന്നൊരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. നമുക്കത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മേ ബി നിങ്ങൾ അതും ചെയ്യാൻ മടിക്കത്തില്ലാത്തൊരു എനർജിയാണ്. കാരണം നിങ്ങൾ അത്രയ്ക്കും ജെനുവിൻ ആയിട്ട് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ട് പെട്ടെന്ന് ഇത്രയും ഒരു ടവർ മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം കൊണ്ട് അവർക്ക് ഈ ഒരു കണക്ഷൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും, എനിക്ക് ഈ ഒരു കണക്ഷൻ വേണ്ട, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതിനപ്പുറം ഞാൻ സ്ട്രഗിൾ ചെയ്തു, എനിക്ക് ഈ ഒരു തീരുമാനം അറിയണം എന്നുള്ള രീതിക്ക് വല്ല നിങ്ങൾ ദേഷ്യപ്പെട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവർക്കൊരു ഫിയർ ഉണ്ട്, നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ച് ആയി പോയോ, നിങ്ങളുടെ ആ ഒരു പഴയ സ്നേഹവും ലവും അതൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു എനർജി ഇവർക്കുണ്ട്. പക്ഷെ എന്നാലും ഇവര് ഒരു ഫാമിലി പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവര് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി ആയിരിക്കും ഫാമിലിയിലെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്ന. അയാളുടെ ഷോൾഡറിൽ കുറേ ബേർഡൻസ് ഉണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ട് അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് നടക്കാൻ അല്ലെങ്കിൽ അനങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും ഇവിടെ ഈ ഒരു വ്യക്തിക്കുള്ളത്. അപ്പം ഇവർക്ക് ഒരിക്കലും ഒരു ഇമ്മച്യൂർ എനർജീസിലോ അല്ലെങ്കിൽ ഒരു കെയർ ഫ്രീ ആയിട്ടോ ഈ ഒരു കണക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഔട്ട്കംസിൽ എനിക്ക് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജീസ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഒരു ആക്ഷൻ ഇല്ല, ഇവിടെ ഒരു ആക്ഷൻ കിട്ടത്തില്ല എന്നുള്ള ഒരു എനർജീസ് ആണെന്നെങ്കിൽ ഡോണ്ട് വറി, അതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് വറീഡ് ആവേണ്ട. ഇവിടെ ഒരു 6 മന്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. 6 മന്തിന് ശേഷം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും ഇവിടെ. പക്ഷെ ഈ ഒരു 6 മന്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 6 മന്തിന് ശേഷം കേട്ടോ. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് അതെല്ലാം ഓർമ്മയുണ്ട്. ലെറ്റർ ആയിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സന്റെ യു ബ്രിങ് പീസ് ടു മീ. ഇവരുടെ ഫാമിലിയിലൊക്കെയാണ് നേരത്തെ ഒത്തിരി അധികം പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ലൈഫിലുള്ള സമയത്ത് നിങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസമായിട്ടിരുന്നിട്ടുള്ളത്. യു അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് മൈ ലിമിറ്റേഷൻസ്. നിങ്ങൾ ഇവരുടെ ലിമിറ്റേഷൻസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നുള്ളത്. യു ലവ് മീ ഫോർ വാട്ട് ഐ ആം. ഇവരെങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് നിങ്ങൾ ഇവരെ സ്നേഹിച്ചിട്ടുള്ളത്. ഇവർക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഫേക്ക് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പലരുടെ അടുത്ത് റിയൽ ആയിട്ടുള്ള ഒരു ഫേസിൽ നിൽക്കുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു വ്യക്തി എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തൊരു മുഖം മൂടി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഷുഗർ കോട്ട് രീതിക്കോ നിൽക്കേണ്ട. ഈ ഒരു വ്യക്തി എങ്ങനെയാണോ ഇവർ ഇത്രയും റൂഡാണ്, ആറ്റിറ്റ്യൂഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇത്രയും റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പോലും നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹവും കുറഞ്ഞിട്ടില്ല. അത് ഈ ഒരു വ്യക്തിക്കും അറിയാം. എപ്പോഴും ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിരുന്നായിരിക്കാം മേ ബി.
എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. ഇവരുടെ ബാഡ് ആൻഡ് ഗുഡ് ടൈംസിലൊക്കെ നിങ്ങൾ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ടാവാം. യു ഹോൾഡ് മീ ടൈറ്റ്. ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്നിട്ട് നിങ്ങൾ എന്താ പറയാ, ഈ ഒരു വ്യക്തിനെ വിട്ട് കളയാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവില്ല. പല സിറ്റുവേഷൻസിലും നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ചില സിറ്റുവേഷൻസ് കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ സാക്രിഫൈസ് ചെയ്തതായിട്ട് വന്നു എന്നുള്ള ഒരു എനർജിയാണ്. പക്ഷെ ഈ ഒരു സ്ട്രെങ്ത് ഇല്ലായ്മയാണ്, നമുക്കത് വേണം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സ്ട്രെങ്ത് ഇല്ല. എന്തൊരു കാര്യത്തിനും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് വേണം. പക്ഷെ സ്ട്രെങ്ത് ഇല്ലാത്തതാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ടുള്ളത്. ആ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇവിടെ ഈ ഒരു കണക്ഷനിലാണെങ്കിൽ ഒരു ഗ്രോത്ത്, ഒരു റൈറ്റ്നെസിന്റെ എനർജീസ് നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുള്ളൂ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ഫ്യൂച്ചർ എനർജീസ് പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. ഡിവൈൻ ഫ്യൂച്ചർ എനർജീസ് എന്താണ്? കംപ്ലീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അത് 10 ഓഫ് പെന്റിക്കിൾ ആണ് ആ ഒരു കംപ്ലീഷൻ കാർഡിനെ കുറിച്ചിട്ട് പറയുന്നുള്ളത്. ഓൾറെഡി ഇവിടെ ഫാമിലി തന്നെയാണ് ഇത്രയും ഇൻവോൾവ് ആയിട്ടുള്ളത്. കമ്പാരിസൺ, നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ഓൾറെഡി നമുക്കത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്റൻസിറ്റി, ഗിൽറ്റ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചെയ്ത എന്താണോ അതിന് നല്ല രീതിക്ക് ഗിൽറ്റ് ഉണ്ട്. പക്ഷെ എങ്കിൽ അതൊരു ഷോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മൊമെന്റ് ടു മൊമെന്റിന്റെ എനർജീസ് ആണ്. മൊമെന്റ് ടു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ലിവ് ഇൻ ദ മൂമെന്റ്. അതായത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് ആ ഒരു കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോവുക. ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അധികം ചിന്തിക്കാനോ, അതിപ്പോ പോസിറ്റീവും ചിന്തിക്കേണ്ട നെഗറ്റീവും ചിന്തിക്കേണ്ട, വരുമോന്നും ചിന്തിക്കേണ്ട വരത്തില്ലയോന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, സെൽഫ് ലവ് ചെയ്യുക. ന്യൂ വിഷന്റെ എനർജീസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു സെൽഫ് ലവിന്റെ എനർജിയിലേക്ക് വന്നിട്ടൊരു സെൽഫ് ലവിന്റെ എനർജിയിലേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മിറാക്കിൾസ് സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്നാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നുള്ളത്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക. എല്ലാത്തിനും വെയിറ്റിന്റെ എനർജീസ് ആണ്. അത് പലപ്പോഴും നമുക്ക് വേണ്ടി ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അത് ഉറപ്പായിട്ടും അതെന്താ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ നമുക്കത് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്, ആ ഒരു മൊമെന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യോ വളരെ ബാഡ് ആയിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇത്രയും പ്രേയേഴ്സ് ചെയ്തിട്ടും അതിനൊരു യൂസ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു എനർജി ആയിരിക്കും നമ്മൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേയേഴ്സ് അല്ലെ നമ്മൾ പറയുന്ന ദൈവത്തോട് പറയുന്ന ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു കണ്ണുനീരിനൊന്നും ഒരിക്കലും വാല്യൂ ഇല്ലാതായി പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ചില കണക്ഷൻസിനൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ദൈവമായിട്ട് ഹേർട്ട് ചെയ്യിക്കുന്നത് അല്ലെ യൂണിവേഴ്സിറ്റി ഹേർട്ട് ചെയ്യിക്കുന്നതിന് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണക്ഷനെ വിട്ടു പോകുന്നത്രയും സ്ട്രെങ്ത് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഒരു സെയിം കണക്ഷനിൽ പലതവണ ഹേർട്ട് ആയതിനു ശേഷവും ഈ ഒരു കണക്ഷൻ വേണ്ട എന്നുള്ളൊരു സ്ട്രോങ് തീരുമാനം എടുത്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ മേ ബി. പക്ഷെ എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടൊരു ഇമോഷൻസ് ഉണ്ടാവുകൊണ്ട് നിങ്ങൾ ഇവരെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി അധികം ട്രിഗേഴ്സ് ഈ ഒരു റോങ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാർമിക് പാർട്ണർ ആണ് എന്നുണ്ടെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അടുത്ത ഫേസിലേക്ക് ഒരു കണക്ഷൻ ഗ്രോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഗ്രോത്ത് നിങ്ങളുടെ കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കണക്ഷൻ ഒരു കാർമിക് ആണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ കണക്ഷൻസ് ഒക്കെ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് തരുന്ന കണക്ഷൻസ് ആണ്. നമ്മളുടെ സോളിന് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജീസ് ഫീൽ ചെയ്യുന്ന ഒരു കണക്ഷൻ കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഇല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സമാധാനം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കണക്ഷൻസ് ഒക്കെ എപ്പോഴും കാർമിക് കണക്ഷൻസ് ആണ്. കാർമിക് കണക്ഷൻസ് ഒക്കെ എപ്പോഴും നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കമന്റ് സെക്ഷനിൽ അങ്ങനെ ഒരു കമന്റ് വന്നു, എന്തായിരുന്നു കാർമിക് കണക്ഷൻ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാത്ത എല്ലാ ബന്ധങ്ങളും കാർമിക്സ് ആണ്. ഇതിപ്പോ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അവരെല്ലാം നമ്മുടെ കാർമിക് ആയിരിക്കും. പാസ്റ്റ് ലൈഫ് കാർമിക് ആയിരിക്കും. നമുക്ക് അവരുമായിട്ടുള്ള കർമ്മ തീരാത്തത് കൊണ്ടാണ് നമ്മളുമായിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്ത് അവർ ഇരിക്കുന്നുള്ളത്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എടുത്തിരുന്ന പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.